ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പം പഠിച്ചു വരുന്നുണ്ട്. മുകേഷ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിപ്പം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ പോലെ അല്ല. എനിക്കിപ്പോൾ എന്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് അത്ര പ്രൊഫഷണലൊന്നുമല്ല, എന്നാലും എന്തൊക്കെയോ ആയതുപോലെ, പഠിച്ചതുപോലെ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ സ്കൂളിൽ പണ്ട് പഠിച്ച ഒരുത്തൻ്റെ കല്യാണമാണ്. അവൻ്റെ പേര് ആദിൽ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോവാം. അപ്പോൾ അവിടെ വേറെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാളെ എല്ലാവരെയും കണ്ടിട്ട്, അപ്പോൾ എല്ലാവരെയും കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ കല്യാണം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേരെ ഇങ്ങനെ വിളിച്ചായിരുന്നു, എവിടെയാണ് കല്യാണത്തിന് വരത്തില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേമാരെ വിളിച്ചപ്പോൾ കുറച്ചന്മാർ ഫോൺ എടുത്ത്, കുറച്ചന്മാർ ഫോൺ എടുത്തില്ല. കുറച്ചന്മാർ വിളിച്ചപ്പോൾ തമിഴൊക്കെ പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടുകെട്ട് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ ബോണ്ട് ഒരിക്കലും കളയരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ ഓർമ്മകളും സൗഹൃദങ്ങളും മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബാക്കി എന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും എല്ലാവരുടെയും സൗഹൃദവും ഓർമ്മകളും ബന്ധങ്ങളും എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അവന്മാരെല്ലാം അങ്ങോട്ട് പോയി. എന്നെ വിളിച്ചായിരുന്നു, ഞാനിപ്പോൾ താമസിച്ചു പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുക. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ചമ്മലും ഇച്ചിരി ഇതുള്ളതുകൊണ്ട് ഫോൺ പൊക്കി പിടിക്കാതെ ഒളിപ്പിച്ച് വെച്ച് വീഡിയോ എടുക്കുവാണ്. നമ്മൾ ഇവിടെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തേ, പക്ഷെ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ പൊങ്ങുന്നില്ല, കാരണം നമുക്കൊരു ചമ്മൽ അല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചമ്മൽ മാറ്റി തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് ഊർജ്ജമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ കല്യാണത്തിന് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ചെറിയൊരു ചമ്മലേക്ക് വീഡിയോ എടുക്കാം. എല്ലാവരും കൂടെ കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള കാര്യം. പോകണം. അപ്പോൾ അപ്പോൾ നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പമ്പിൽ വന്നിരുന്നു പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അതിനെ കിട്ടിയ മതി. ഷൈയാണോ? അവിടെ എത്ര രൂപ അടിക്കാനാണോ? 4000 ഫുൾ ടാങ്ക് അടിച്ചേ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ഇതായിപ്പോയി, എല്ലാവരെയും കണ്ടപ്പോഴേ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് പുറത്തോട്ട് പോകുമായിരുന്നു. എടാ, പൈസ ഉണ്ട്, അയച്ചു കൊടുക്കാം. അയച്ചു തരാം. അയച്ചു കൊടുക്കും, അയച്ചു കൊടുക്കാം. അയച്ചു തരാം. വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലേ, കൊടുക്കണം. അയച്ചു തരാം. ഗൂഗിൾ പേ. അപ്പോൾ അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട് കഞ്ഞിപ്പാടത്ത് പോകുമായിരുന്നു. ചുമ്മാ വരായിട്ട് കുറേ നാളെ കഞ്ഞിപ്പാടത്തൊക്കെ പോയിട്ട്. അപ്പോൾ കഞ്ഞിപ്പാടത്ത് പോയിട്ട് നമ്മൾ ബാക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ആദിലും അവന്മാരെല്ലാം അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനുണ്ട്, നാസിഫുണ്ട്. നാസിഫ് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നോക്കി പറ. കുറേ പേര് നാസിഫിനെയും റോഷനെയും എല്ലാവരും തിരക്കിയായിരുന്നു. വീഡിയോ എടുക്കുന്ന റോഷനാണ്. അപ്പോൾ ഗൈസ്, കുറേ പേരുണ്ട് ഓടിക്കാൻ അറിയാത്ത റോഡിൽ വണ്ടി ഓടിക്കാൻ പോലെ ആടി നമ്മളെ ഒന്നൂടെ പറ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി റോഡിലോട്ട് എടുത്തപ്പോൾ ഒരു ചേട്ടൻ, നമ്മൾ മര്യാദയ്ക്ക് റോഡിൽ കൂടെ പോയിരുന്നു. പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പുറത്തോട്ട് എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വന്നു. പിന്നെ അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെയൊന്നും ഓടിക്കാതിരിക്കുക. എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഓടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഓടിക്കാതിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ ചാനൽ തുടങ്ങിയപ്പം നമ്മൾ ഒത്തിരി പേര് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കൊല്ലാൻ വരുന്ന KSRTC-കാരൻ. അപ്പം കുറച്ച് പേര് നമ്മളെ തളർത്തിയായിരുന്നു, വീഡിയോ ചെയ്യേണ്ട, മടുപ്പാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ ചെയ്ത് ഇപ്പം 10-22 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓരോ വീഡിയോയിലും നമുക്കൊരു 8 സബ്സ്ക്രൈബർ 5 സബ്സ്ക്രൈബർ വെച്ച് കൂടാറുണ്ട്.
അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ മൊത്തം കാണാത്തവർ കാണുക, അതിൻ്റെ അകത്തൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആർക്കും പോകുന്നത് വണ്ടി എടുക്കണ്ടേ? എവിടെ ഗൈസ്, ഇത് നമ്മൾ ഇപ്പം മേടിച്ചാണ് അവിടെ കല്യാണത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഇതിന് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യും? ഈ ചെറിയൊരു സാധനത്തിന് 100 രൂപയാണ്. നമ്മളിപ്പോൾ നാസിഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ പൊട്ടൻ്റെ ഉണ്ട് അത് കഴിക്കുക. അതേ വന്നിട്ടുണ്ട് വേണ്ടേ, അതാ അങ്ങോട്ട് പോയി ഇതില്ല. ഇന്നൊരു ടക് ടക് സൗണ്ട് ഇരിക്കണ്ടേ, അത് നാസിഫാണ്. അപ്പം നാസിഫ് വന്നിട്ടുണ്ട്. നാസിഫ് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നാസിഫിനെ നമ്മൾ അവിടെ വണ്ടി നിർത്തിയത് ആ ഇജാബാലി ഉമ്മാർ നേരത്തെ കല്യാണത്തിന് വന്നപ്പോൾ സ്കൂട്ടർ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി ഉമ്മാരെ അവിടെ നിർത്തി. സോറി, നാസിഫിനെ അവിടെ ഇറങ്ങി. അപ്പോൾ നാസിഫ് സ്കൂട്ടർ എടുത്ത് കൊണ്ടുപോയി. ഇത് റോഷനെ നിങ്ങൾ 1-2 ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. റോഷൻ എന്തായിരുന്നു പഠിക്കുന്നത്? അതെന്താ പഠിക്കുന്നത്? റോഷൻ ഡിഗ്രി സെക്കൻഡ് ഇയർ 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി സെക്കൻഡ് ഇയർ കരകയറാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് റോഷൻ. അപ്പോൾ നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം കുറേ പേര് ഇങ്ങനെ ഇടയിൽ വന്ന് നമ്മൾ സംസാരിച്ച് നിന്ന് അവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് ക്യാമറയുടെ മുമ്പ് വരാൻ ഷൈ, നമ്മളെപ്പോലെ അല്ലല്ലോ എല്ലാവരും. അതെ. നാസിഫ് മംഗലാപുരത്ത്, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇവൻ്റെ പേര് നാസിഫ്. ഇവൻ വളഞ്ഞവയിലാണ് താമസിക്കുന്നത്. ഇവന് ഈ മംഗലാപുരത്തല്ലേ പഠിച്ച ക്ലാസ് കഴിഞ്ഞപ്പം എറണാകുളത്ത് കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ എറണാകുളത്തോട്ട് ഉടനെ റൂം നോക്കുന്നുണ്ട്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് റൂം അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെയാണ് കറക്റ്റ് സ്ഥലം? എവിടെ റൂമാണ്? എറണാകുളം പാലാരിവട്ടം വെണ്ണലയുടെ അവിടെ ഒരു റൂം വേണം. ഇവന്മാർ 2 പേരല്ലേ? കാക്കനാട് ആണെങ്കിലും മതി, 2 പേർക്ക് റൂം വേണം. അപ്പോൾ നമ്മൾ ഒരു വെള്ളവും ഒരു 5 സ്റ്റാറും മേടിച്ചു. ദാഹിച്ചിട്ടേ ബിരിയാണി വെച്ചിട്ട് ഭയങ്കര ക്ഷീണം. വെള്ളം കൊള്ളാം. അപ്പുറത്ത് ആ വണ്ടി അവന്മാരുണ്ട്, അവിടെ തട്ടിച്ച് ആ കടയുടെ വാതിക്ക. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ചിട്ട് നമ്മൾ വണ്ടി കയറി പോട്ടെ. ആ മണ്ടന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുളിക്കാൻ പോകാനുള്ള പരിപാടിയില്ല. ഗൈസ് അവന്മാർ വന്നു. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തപ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ വെയിലത്ത് നമുക്ക് ഒരു സുഹൃത്തിന് കിട്ടിയിട്ടുണ്ട് പുതിയത്. അവൻ്റെ പേര് നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം. എടാ ഇങ്ങോട്ട് വാ, പേരെന്തുവാ? മുഹമ്മദ് ഇർഫാൻ. എവിടെ വരാ? എവിടെയാ? എത്ര പഠിക്കുന്ന? എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ? അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത്ര വലിയ ചാനലൊന്നുമല്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നറിയോ, ഇർഫാൻ വീട്ടുപടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ ചാനലിൻ്റെ പേര് അൽതാഫ്സ്, ILTHAF 4 സെറ്റ്. എൻ്റെ ഫോട്ടോ ഉണ്ട്, ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യോ? ഓക്കെ ബൈ. നീ കാണാം പിന്നെ എപ്പോഴെങ്കിലും. എവിടെ പോയത് ഇപ്പോൾ? UK എടുക്കാം. ഓക്കെ ബൈ. എത്ര പഠിക്കുന്നത്? ശരി എന്നാൽ. അപ്പോൾ ഗൈസ്, നമ്മൾ മുഹമ്മദ് ഇർഫാനെ അവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് തിരിച്ച് നാസിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കാറിനെത്തും. വെറുതെ എന്നാൽ എവിടെയെങ്കിലും പോവാം, അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് പറ്റത്തില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കറക്കം. എന്ത് പറയാനാണ് നോക്കണം. ഞാൻ അതിലെന്ന് പറയുന്നത് അവനെ ഒരു മണ്ടൻ, ഒരു തേങ്ങ അറിയത്തില്ല. അവിടെ പോവാം ഇവിടെ പോവാം പറച്ചിൽ മാത്രമാണ് അല്ലേ? നമ്മളിവിടെ വേറെ ഒരു കൂട്ടുകാരൻ കയറിയിട്ടുണ്ട്. അവന് ഭയങ്കര നാണമാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ചിരി കണ്ടില്ലേ? അഭിപ്രായം എന്തുണ്ട് വിശേഷം? കുറേ നാളെ കണ്ടിട്ട്. ഇപ്പം നമ്മൾ 10ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ചതാണ്. 8, 9, 10 ഞങ്ങൾ 3 വർഷം നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്. വേറെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. പക്ഷെ അവന്മാരോട് വേറെ കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇമ്പോസിബിൾ ആയിരുന്നു അല്ലേ? ഡാനിയൽ ഉണ്ടോ ഇവിടെ? ഡാനിൽ ഇന്ന് പരിപാടി ഉണ്ടെന്ന്. ഇന്ന് കഞ്ഞിയും ചേട്ടൻ പരിപാടി അവധിയാണ്. ഞാൻ സംസാരിച്ചോട്ടെ പോലും ഇല്ല. അഖിലിനെ കാണാൻ വന്നിട്ടുണ്ട്. അഖിലും അഭിനും ഞാനും അവിടെ വെച്ച് ഷിജാറിനെ കണ്ടില്ലേ? ഷിജാറിനെ ഒന്നും കാണിച്ചില്ല. എൻ്റെ അത് വേറെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം 10ാം ക്ലാസ് വരെ 8, 9, 10 നമ്മൾ 3 വർഷം ഒന്നിച്ച് പഠിച്ചതല്ലേ? 10ാം ക്ലാസ് വരെ നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത്. പിന്നെ കുറേ വർഷം അഖിലിനെ എല്ലാം കണ്ടിട്ടല്ലേ? കുറേ വർഷമായി നമ്മൾ കണ്ടില്ല. എന്നാ നമ്മൾ കഴിഞ്ഞ വർഷം ഇല്ലല്ലേ? കഴിഞ്ഞ വർഷം കണ്ടിട്ട് ആരുടെ ഒരു കല്യാണത്തിന് ഇജാവായി വെച്ച് കണ്ടായിരുന്നു കേട്ടോ. അതും കുറേ നാളായി കണ്ടിട്ട്. അപ്പം വീട്ടിലോട്ട് പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോക്കകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാഞ്ഞത് കൊണ്ട് ഒരു വീഡിയോ ഇന്ന് എടുത്തതേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം അഖിലേ. ലൈക്ക് ഷെയർ കമൻറ്റ്. അതെ, ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ കാണാം. ബൈ.